അൻവറിന്റെ തുറന്നു പറച്ചിലിൽ പിണറായി വിജയൻ മാത്രമല്ല വെട്ടിലായത്. അതിനു മുൻപ് 3 CPM നേതാക്കളും ഇതേ വെട്ടിൽ ചാടിയിട്ടുണ്ട്. അൻവർ ഭൂതം തുറന്നുവിട്ട നേതാക്കളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച കൊഴുക്കുകയാണ്. പിണറായിയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ 3 നേതാക്കളും. നിയമസഭാ അംഗത്വം രാജിവെച്ചത് അറിയിക്കാൻ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശരിക്കും വെട്ടിലായത് 3 CPM നേതാക്കളാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മുതിർന്ന നേതാവ് P ജയരാജൻ എന്നിവർ ആണ് ഈ 3 നേതാക്കൾ. പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും. PV അൻവറുമായി ഏറ്റവും അടുപ്പമുള്ള നേതാക്കളാണ് മൂവരും. അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താൻ പിണറായിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് CPM-ലെ ചില മുതിർന്ന നേതാക്കളുടെ ഉപദേശപ്രകാരമായിരുന്നു എന്നാണ്. എന്നാൽ പരസ്യ പ്രതികരണത്തിന് ശേഷം ഫോൺ വിളിച്ചപ്പോൾ പിന്നെ അവർ തന്റെ ഫോൺ എടുക്കാതെയായെന്നും പാർട്ടിയിലെ ശക്തരായ നേതാക്കൾ എന്ന നിലയിലാണ് അവർ പറഞ്ഞപ്പോൾ താൻ പോരാട്ടത്തിന് ഇറങ്ങിയതുമെന്നുമാണ് അൻവർ പറഞ്ഞു വെച്ചത്. ഇതോടെ അൻവറിന് പ്രേരണ നൽകിയ CPM-ലെ മുതിർന്ന സംഘത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയാകുന്നത്. കുറഞ്ഞപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയന് മുൻപിലെങ്കിലും ഇവർ സംശയമുനയിലാണ് ഇപ്പോൾ. അതിന്റെ നാണക്കേട് ഇനി മുഖ്യമന്ത്രിയെ നേരിൽ കാണുമ്പോൾ ഇവർക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും. P ശശിയെ അൻവർ വെട്ടിലാക്കിയത് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ 130 കോടിയുടെ കോഴ ആരോപണത്തെ സംബന്ധിച്ച വെളിപ്പെടുത്തലാണ്. ശശി പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചതെന്നും ആ തെറ്റിന് VD സതീഷിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും അൻവർ പറഞ്ഞതോടെ ശശി വെട്ടിലായി. ഇതോടെ അൻവറിന് മറുപടി നൽകാനും ശശി നിർബന്ധിതനായി. അൻവർ കൊളുത്തിവിട്ട തീപ്പൊരിയിൽ പുകയുകയാണ് ഇപ്പോൾ ഈ 3 നേതാക്കളും. പിണറായിക്ക് മുൻപിൽ എന്തു പറയണമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ മൂവരും. കുറഞ്ഞപക്ഷം തലകുനിച്ച് നിൽക്കേണ്ടിയും വരും.